ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡീസെൻട്രലൈസേഷൻ തിയറം എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡീസെൻട്രലൈസേഷൻ തിയറം. നമുക്ക് ആദ്യം എന്താണ് ഈ തിയറം നോക്കാം. ദ ഡീസെൻട്രലൈസേഷൻ തിയറം പ്രൊപ്പോസ്ഡ് ബൈ എക്കണോമിസ്റ്റ് വാലേസ് ഇ ഓട്സ് ഇൻ 1972 1972 ഇദ്ദേഹമാണ് ഈ തിയറം പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, സ്റ്റേറ്റ്സ് ദാറ്റ് പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് പബ്ലിക് ഗുഡ്സ് ഇല്ല, ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഒരു പബ്ലിക് ഗുഡാണ്, പബ്ലിക് ലൈബ്രറി ഒരു പബ്ലിക് ഗുഡാണ്, ഇങ്ങനെയുള്ള പബ്ലിക് ഗുഡുകൾ ആൻഡ് സർവീസസ് അതായത് സേവനങ്ങൾ അടക്കം ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഗവൺമെന്റ് ദാറ്റ് ക്യാൻ ഡു സോ എഫിഷ്യൻലി. അതായത് ലോവസ്റ്റ് ലെവൽ ഓഫ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ പഞ്ചായത്ത് ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ സംസ്ഥാന ഗവൺമെന്റ്, അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് വേണം എന്ത് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ ഈ പബ്ലിക് ഗുഡ്സ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സപ്പോർട്ട്സ് ദ ഐഡിയ ദാറ്റ് ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, അതിന് ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണല്ലോ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു ഭരണം. അതായത് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ലീഡ്സ് ടു ബെറ്റർ ഔട്ട്കംസ്, അതായത് നല്ല ഒരു രീതിയിൽ, അതായത് സമൂഹത്തിന്റെ ഒരു വെൽഫെയറിലേക്ക് നയിക്കും, അതായത് ബെറ്റർ ഔട്ട്കംസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വെൻ ലോക്കൽ ഗവൺമെന്റ്സ് ആർ ക്ലോസർ ടു ദ പീപ്പിൾ ദേ സെർവ്, അതായത് ലോക്കൽ ഗവൺമെന്റിൽ ഏറ്റവും ക്ലോസർ ആയിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ളത്. അപ്പം കേന്ദ്രത്തിൽ നിന്നൊരു സഹായത്വം എന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റ്, പിന്നെ അങ്ങനെ ഒരു ഫിൽട്ടർ ചെയ്ത് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ നേരിട്ട് ജനങ്ങളായിട്ട് കോൺടാക്ട് ഉള്ളത് ലോക്കൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അവര് മുഖാന്തരമാണ് ഈ സേവനങ്ങൾ, ഏറ്റവും നല്ല പബ്ലിക് ഗുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് ഈ തിയറം പറയുന്നത്. ഇനി നമുക്ക് തിയറത്തിന്റെ കീ അസംഷൻസ് നോക്കാം. കീ അസംഷൻസ് ഓഫ് ദ തിയറം. അതിൽ ഒന്നാമത്തത് ഡൈവേഴ്സ് പ്രിഫറൻസസ് ആണ്. അത് നമുക്കറിയാം, അതായത് പീപ്പിൾ ഇൻ ഡിഫറെന്റ് റീജിയൻസ് മേ ഹാവ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. അതായത് ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങളായിരിക്കില്ല ഇപ്പൊ രാജസ്ഥാനുള്ള ജനങ്ങളുടെ ആവശ്യം, അല്ലെ? അപ്പം ലോക്കൽ ഗവൺമെന്റ്സ് ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്രസ് ദെയർ ദീസ് വേരിയേഷൻസ്. അതായത് ഈ ലോക്കൽ ഗവൺമെന്റിനാണ് ഈ വേരിയേഷൻസ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ അസംഷൻ ആയിട്ട് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രിഫറൻസ്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് എഫിഷ്യൻസി ഇൻ സർവീസ് ഡെലിവറി, അതായത് സർവീസ് ഡെലിവറിയിൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതായത് ലോവർ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ക്യാൻ പ്രൊവൈഡ് സർവീസസ് മോർ എഫിഷ്യൻലി ഡ്യൂ ടു ബെറ്റർ നോളജ് ഓഫ് ലോക്കൽ കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ലോക്കൽ ഗവൺമെന്റിന് ആ ലോക്കൽ പീപ്പിളിന്റെ ആ ഒരു കണ്ടീഷൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഡെലിവറി ഉണ്ടാവും. മറ്റൊരു അസംഷൻ. അടുത്തത് സ്പിൽ ഓവർ എഫക്ട്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഈ പബ്ലിക് ഗുഡ്സ് ഹാവ് സിഗ്നിഫിക്കന്റ് ക്രോസ് റീജിയണൽ ബെനിഫിറ്റ്സ്, അതായത് ഒരു റീജിയനിൽ മാത്രം ഒതുങ്ങുന്ന ബെനിഫിറ്റ് അല്ല, എല്ലാ റീജിയനിലും വരുന്ന ക്രോസ് റീജിയണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്. അതായത് നാഷണൽ ഡിഫൻസ്, അതൊരു റീജിയനിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലുള്ള ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ദെൻ അവിടെ ഇപ്പോൾ എന്ത് പറ്റത്തില്ല, ലോക്കൽ ഗവൺമെന്റ് ഡിഫൻസ് കൊടുക്കാൻ പറ്റത്തില്ല. സെൻട്രലൈസേഷൻ ഈസ് പ്രിഫേർഡ്, അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതർവൈസ് ഡീസെൻട്രലൈസേഷൻ ഈസ് ബെറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട അസംഷൻസ് ആണ്. ഇനി ഒരു ഡയഗ്രാം വരുന്നുണ്ട്, ആ ഡയഗ്രാം നമുക്ക് പരിശോധിക്കാം. ഈ ഡയഗ്രത്തിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് ദ വെൽഫെയർ ലോസ് ഓഫ് സെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ ആണ് എല്ലാ പബ്ലിക് ഗുഡും സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചില വെൽഫെയർ ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രത്തിൽ വൈ ആക്സിൽ പ്രൈസും എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ കൊടുക്കുന്ന സർവീസിന്റെയും ഗുഡിന്റെയും ആ ഒരു അളവാണ് ഇവിടെ ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ രണ്ട് ഡിമാൻഡ് കർവ് ഉണ്ട്, ഡി എയും ഡി ബിയും. ഡി എ എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് ദ ഡിമാൻഡ് ഫോർ പബ്ലിക് ഗുഡ്സ് ഇൻ റീജിയൻ എ. റീജിയൻ എയിലെ പബ്ലിക് ഗുഡിന്റെ ഡിമാൻഡാണ് ഡി എ എന്ന് പറയുന്നത്. അപ്പം ഡി ബി എന്തായിരിക്കും? റീജിയൻ ബിയിലെ പബ്ലിക് ഗുഡിന്റെ ഡിമാൻഡ് ആയിരിക്കും ഡി ബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ രണ്ട് കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് റീജിയൻസ് ഹാവ് ഡിഫറെന്റ് പ്രിഫറൻസ്. നേരത്തെ കേരളത്തിന്റെയും രാജസ്ഥാന്റെ കാര്യം പറഞ്ഞത് രണ്ട് റീജിയനും വേറെ വേറെ പ്രിഫറൻസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇതിലെ പ്രൈസ് പി എന്ന് കൊടുക്കുന്നില്ലേ വൈ ആക്സിൽ, അതാണ് അതിന്റെ പ്രൈസ്, അത്രയും പ്രൈസ് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ദ പബ്ലിക് ഗുഡ്, ആ പബ്ലിക് ഗുഡിന്റെ വിലയാണ് ഈ പി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ എം സി ഉണ്ട്, അത് മാർജിനൽ കോസ്റ്റ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എക്സ് ആക്സിന് പാരലായിട്ട് ഈ മാർജിനൽ കോസ്റ്റ് ലൈൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ക്വാണ്ടിറ്റീസ് ഓഫ് ക്യൂ ബി, ക്യൂ എ എന്നാ കൊടുത്തേക്കുന്നില്ലേ എക്സ് ആക്സിൽ, അത് അതിന്റെ ക്വാണ്ടിറ്റീസ് ആണ്. അത് സൂചിപ്പിക്കുന്ന ഇതാണ്, ക്യൂ എ എന്ന് പറയുന്നത് ഈസ് ദ ക്വാണ്ടിറ്റി ദാറ്റ് മാക്സിമൈസ് വെൽഫെയർ ഓഫ് റീജിയൻ എ. റീജിയൻ എയിലെ അവരുടെ വെൽഫെയർ ഏറ്റവും കൂട്ടുന്ന ക്വാണ്ടിറ്റി ക്യൂ എ ആണ്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി കൊടുത്താൽ അവർ സാറ്റിസ്ഫൈഡ് ആയി. എന്നാൽ ക്യൂ ബി ആണെന്നുണ്ടെങ്കിൽ റീജിയൻ ബിയിലെ അത്രയും ക്വാണ്ടിറ്റി മതിയാവും, അപ്പോഴേ അവർ സാറ്റിസ്ഫൈഡ് ആവും. എന്നാൽ ഇത് രണ്ടിനും ഇപ്പം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്, ഗുഡ്സിന്റെ പ്രൊവിഷൻ. അവരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് പബ്ലിക് ഗുഡ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഏതാണ്ട് ആ ഒരു ക്യൂ ഡാഷ് എന്നുള്ള പോയിന്റിലാണ് അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുക, ആ പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് റീജിയനായിട്ട് ഒരു റീജിയനിൽ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്, അതായത് ക്യൂ ബി എന്ന റീജിയണിന് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്, ക്യൂ എ എന്ന റീജിയന് കുറച്ചേ കിട്ടുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു വെൽഫെയർ ലോസ് വരുന്നത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതിൽ ആ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ട്. ആ 1, 2, 3 എന്ന് കാണിച്ചിരിക്കുന്ന ഏരിയ അല്ലേ, ആ മുകളിലത്തെ ട്രയാങ്കിൾ, അതായത് 1, 2, 3 എന്നുള്ള ഏരിയ എന്ന് പറയുന്നത് ഡെഡ് വെയിറ്റ് ലോസ് എന്നാണ് പറയുന്നത്. ഏത് റീജിയന്റെ ആയിരിക്കും? ഇപ്പം DA എന്ന റീജിയന്റെ ഡെഡ് വെയിറ്റ് ലോസ് ആണ് 1, 2, 3. എന്നാൽ 1, 4, 5 എന്ന് കാണിക്കുന്നത് ഏത് റീജിയന്റെ ഡെഡ് വെയിറ്റ് ലോസ് ആയിരിക്കും? റീജിയൻ ബിയുടെ ഡെഡ് വെയിറ്റ് ലോസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വെൽഫെയർ ലോസ് ഉണ്ടാവുകയാണ്. അതാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. ഇനി ഈ തിയറിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ തിയറം. അതിൽ ഒന്നാമത്തത് എൻകറേജസ് ലോക്കൽ ഗവേണൻസ് ആണ്. അത് ലോക്കൽ ഗവേണൻസിനെ അത് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എംപവേഴ്സ് ലോക്കൽ ഗവൺമെന്റ്സ് ടു ഡിസൈൻ പോളിസീസ് ദാറ്റ് മാച്ച് ലോക്കൽ നീഡ്സ്. ലോക്കൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള പോളിസികൾ, നയങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുകയാണ്? ബൂസ്റ്റ് ചെയ്യുകയാണ്, അവരെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഇംപ്രൂവ്സ് അക്കൗണ്ടബിലിറ്റി, അതായത് ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. സിറ്റിസൺസ് ക്യാൻ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ആൾക്കാർക്ക് നേരിട്ട് ആ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കാം. പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചാൽ മതി, പെട്ടെന്ന് പോയി ആ മീറ്റിംഗ്, അതായത് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഉത്തരവാദിത്തം, പൗരന്മാരുടെ ഉത്തരവാദിത്തം അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പറയുന്നത് എൻഹാൻസസ് എക്കണോമിക് എഫിഷ്യൻസി, അതായത് എക്കണോമിക് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ്യൂസസ് വേസ്റ്റ്, അത് വേസ്റ്റ് ആവുന്ന വിഭവങ്ങൾ വേസ്റ്റ് ആയി പോണത് കുറയ്ക്കുന്നു. ആൻഡ് ഇൻഎഫിഷ്യൻസീസ് കോസ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, അത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോഴത്തേക്കും നേരത്തെ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ചില ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു തോത് കുറയും. അടുത്തത് ലിമിറ്റ്സ് ഓവർ സെൻട്രലൈസേഷൻ, അതായത് ഓവർ ആയിട്ടുള്ള ഒരു സെൻട്രലൈസേഷൻ ലിമിറ്റ് ചെയ്യുന്നു. അതായത് സജസ്റ്റ് ദാറ്റ് നാഷണൽ ഗവൺമെന്റ് ഷുഡ് നോട്ട് കൺട്രോൾ എവറിത്തിങ്, അതായത് ഇത് സജസ്റ്റ് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യരുതെന്നാണ്. എസ്പെഷ്യലി വെൻ ലോക്കൽ നോളജ് മാറ്റേഴ്സ്, അതായത് ലോക്കൽ നോളജ്, നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ പീപ്പിളിനാണ്, അതായത് ലോക്കൽ ഗവൺമെന്റ് ആണ് ആ ആൾക്കാരായിട്ട് കൂടുതൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു ഇടപെടൽ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറത്തിന്റെ ലിമിറ്റേഷൻസ് നോക്കാം, അതിന്റെ പരിമിതികൾ. അതായത് കപ്പാസിറ്റി ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ആണ് ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത്. അതായത് സം മേ ലാക്ക് റിസോഴ്സസ് ഓർ എക്സ്പെർട്ടൈസ്, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സ്, വിഭവങ്ങൾ ഉണ്ടാവില്ല. എല്ലാവർക്കിടെയും ആ ഒരു ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനുള്ള, അതായത് പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ആ ഒരു റിസോഴ്സ് ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ് ആശ്രയിക്കേണ്ടി വരും. അടുത്തത് കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് മേ ലീഡ് ടു ഫ്രാഗ്മെന്റേഷൻ, പല തട്ടായിട്ട് കിടക്കുകയാണ്, ചിന്ന ഭിന്നമായിട്ട് തുണ്ടുകളായിട്ട് കിടക്കണം. അപ്പം പഞ്ചായത്ത് പറഞ്ഞത് ഒരുപാട് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളതല്ലേ. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫ്രാഗ്മെന്റേഷൻ പല ഭാഗങ്ങളായിട്ട് വരും. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഫ്രാഗ്മെന്റേഷൻ വരും. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ വരുമ്പോൾ തന്നെ അവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ടാവും, എഫിഷ്യന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതൊരു ലിമിറ്റേഷൻ ആണ്. അടുത്തത് ഇക്വിറ്റി കൺസേൺസ് ആണ്. അതായത് വെൽത്തിയർ റീജിയൻസ് മേ പ്രൊവൈഡ് ബെറ്റർ സർവീസസ് ദാൻ പൂറർ വൺസ്, അതായത് സമ്പന്നമായിട്ടുള്ള ചില ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്, അവർ നല്ല രീതിയിലുള്ള പബ്ലിക് ഗുഡുകളും സർവീസുകളും അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കും. എന്നാൽ പാവപ്പെട്ട റീജിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നല്ല രീതിയിലുള്ള പബ്ലിക് ഗുഡ് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാവുകയാണ്, ഇൻക്രീസിങ് ഇൻഇക്വാലിറ്റി. ദ തിയറം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫിസ്ക്കൽ ഫെഡറലിസം, അതായത് ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ പബ്ലിക് പോളിസിയിൽ ആൻഡ് ഗവേണൻസ് ഡിബേറ്റ്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ തിയറം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. ഇൻഫ്ലുവൻസിങ് ഡീസെൻട്രലൈസേഷൻ പോളിസീസ് ഇൻ മെനി കൺട്രീസ്, അപ്പോൾ ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരുപാട് രാജ്യങ്ങളിലെ ഡീസെൻട്രലൈസേഷൻ പോളിസീസിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.